ഹായ് ഹലോ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട്. ഇന്ന് സ്നാക്സ് ഒന്നുമല്ല, ഇന്ന് ഞാൻ എന്താ ഇവിടുത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിലെ ടോയ്സ് കിടക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇത് ലിവിങ് റൂമാട്ടോ. ഞങ്ങളുടെ ടോയ്സ് എല്ലാം എന്താ ഇങ്ങനെ ടോയ്സ്, പില്ലോ, ത്രോ എല്ലാം എന്താ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ഈ ഇരിക്കുന്ന ആളുടെ പണിയാണ് ഇതെല്ലാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാനിതെല്ലാം ക്ലിയർ ചെയ്യും. ഇവന്മാർ രണ്ടും കൂടെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാം നിരത്തി ഇങ്ങനെ ഇടും. ഇവർക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു സമാധാനമുള്ളൂ. ടോയ്സ് എല്ലാം കൂടി ഇങ്ങനെ നിരന്ന് കിടക്കണം, എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുക. മൂത്തവൻ്റെ സ്റ്റഡി ടേബിളാണ് അത്. ഇവൻ പോയിട്ട് ചെറുത് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ബുക്സും പേപ്പേഴ്സും സ്കെച്ച് പെൻസ് എല്ലാം എടുത്ത് നിരത്തി ഇട്ടിരിക്കുക. ഇനി വൈകിട്ട് ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വരും, വന്നു കഴിയുമ്പോഴാണ് ബാക്കി അതിനുള്ളത്. ഇതാണ് ഈ ആളുടെ പണി. പിന്നെ ഇതുണ്ട്, ടി വിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെ ചെറിയ 2 ഹോൾസ് ഉണ്ട്. അതിലെ പറ്റുന്ന ടോയ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലൂടെ കുത്തിക്കയറ്റി അപ്പുറത്തിടും. എന്നിട്ട് കക്ഷി അതിലെ സൈഡിൽ കൂടെ ഞൂണ്ട് പോയിട്ട് ഇതെല്ലാം പെറുക്കി അവിടെ നിന്ന് ഇങ്ങോട്ടിടും, ഇറങ്ങി വരും. ഇത് തന്നെയാണ് ഇവന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പണി. നഴ്സറിയിൽ ഒന്നും പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് നല്ല സണ്ണി ഡേ ആണ്. ഡോഗൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഈവനിങ് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ സമ്മറായി, അപ്പോൾ ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്ക് വലിയ ചൂടുമില്ല, എന്നാൽ നല്ല തണുപ്പുമില്ല എന്നുള്ളൊരിത്. സമ്മർ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല കട്ട ചൂടായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ രാവിലെ ഭയങ്കര ഒരു റെയിനി ഫീലും ക്ലൗഡിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും, ഇപ്പോൾ ഇവിടെ സമയം 4:45 അപ്പോൾ ഈ സമയമായപ്പോഴേക്കും അത്യാവശ്യം വെയിലൊക്കെ വന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം, നമുക്ക് സമ്മറായി കഴിഞ്ഞാൽ പകല് കുറച്ച് ഏറെയുണ്ട്. അപ്പോൾ നൈറ്റ് ആവണമെങ്കിൽ ഇപ്പം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കുമാണ് ഇരുട്ട് തുടങ്ങത്തുള്ളൂ. ഇനിയിപ്പോൾ സമ്മർ നന്നായിട്ട് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ 9-10 മണിയൊക്കെ ആവണം നമുക്കൊന്ന് ഇരുട്ടാവണമെങ്കിൽ. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് എല്ലാം പെട്ടെന്ന് 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായി നേരം വെളുക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ആൾക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ്. ആൾ ഉറങ്ങുന്ന ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ദെൻ സീ യു സൂൺ. അടുത്ത വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഹാവ് എ നൈസ് ടൈം ടു ഓൾ. ബൈ.